ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നമ്മളത് കറികൾക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിനൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും സാൾട്ട് യൂസ് ചെയ്തിട്ട് വരുന്നത്. എന്നാൽ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഉപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ റേഷൻ അരിയൊക്കെ വാങ്ങുന്ന സമയത്ത് ചില സമയത്ത് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ അരി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യവും കേട്ടോ. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരു സ്മെല്ലും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അരി വെക്കുന്നത് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് തവി വെച്ച് മിക്സാക്കി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം നന്നായിട്ട് വേവുള്ള മട്ടരിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വരെ നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ നമ്മൾ സോക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചോറൊക്കെ വെന്ത് കിട്ടുന്നതാണ്. ഗ്യാസ് ഒന്നും ചിലവാകാതെ തന്നെ നല്ല പെർഫെക്റ്റ് ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ചുടുവെള്ളം കൂടെ ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലുള്ള പഴകിയ അരിയോ അല്ലെങ്കിൽ സ്മെല്ലുള്ള അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം കൂടെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളിതുപോലുള്ള മുരിങ്ങയിലേക്ക് കഴുകിയെടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം തൊടാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എത്ര വെള്ളമൊഴിച്ച് കഴുകിയാലും നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ ഓരോ ഇലയും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഏത് സാൾട്ട് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വേദനയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പച്ച മുരിങ്ങയില അരച്ചതും കല്ലുപ്പും കൂടെ ചേർത്ത് മിക്സാക്കി നമ്മൾ വേദനയുള്ള ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ നീരൊക്കെ പോയിട്ട് നമുക്ക് വേദന നന്നായിട്ട് ശമിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പൊടിയുപ്പിനേക്കാളും എത്രയോ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ കല്ലുപ്പ്. ഏത് ഉപ്പായാലും നമ്മൾ സൂക്ഷിക്കുന്ന പാത്രം ഇതുപോലുള്ള ഗ്ലാസ് കണ്ടെയ്നറോ അല്ലെങ്കിൽ ഭരണിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ കാരണം നമുക്കത് ആരോഗ്യത്തിന് വളരെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിടുന്ന സ്പൂണ് മരത്തിൻ്റെ തവിയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ തവിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചിരട്ടയുടെ പൊട്ടിട്ട് വെച്ചാലും നമ്മളുടെ ഉപ്പ് ഈർപ്പം വരാതെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ലാസ്റ്റ് വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ തേങ്ങയൊക്കെ മുറിച്ച് ഇതുപോലെ പുറത്ത് വയ്ക്കുന്ന സമയത്ത് പൂപ്പൽ പെട്ടെന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ യാതൊരു നിറവ്യത്യാസമോ പൂപ്പലോ അതുപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തന്നെ വരില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നന്നായിട്ട് ഉപ്പിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് കാറിയൊരു ടേസ്റ്റ് വരാറുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് മിക്സാക്കിയ വെള്ളത്തിൽ തേങ്ങ ഇട്ട് വെക്കുകയാണെങ്കിലും ഫ്രിഡ്ജില്ലാതെ തന്നെ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സി ജാറിൻ്റെ ബ്ലേഡിന് നന്നായിട്ട് മൂർച്ച വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പൊടിയുപ്പ് പോലെ തന്നെ നമുക്ക് ഈ കല്ലുപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതും വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ കാണിക്കുന്നത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് പൊടിച്ചെടുത്തതല്ല, കുറച്ച് ടിപ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കല്ലുപ്പ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പൊടിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ പൊടിച്ചെടുത്ത ഉപ്പിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലിക്വിഡ് കുറച്ച് അധികം ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കല്ലുപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതുപോലുള്ള തുരുമ്പെടുത്ത കത്രിക, കത്തി, അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തേച്ച് വെള്ളം ഒരു തുള്ളി പോലും ഉപയോഗിക്കാതെ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ കറകളും അതുപോലെ തന്നെ തുരുമ്പൊക്കെ പോയിട്ട് പുത്തനായിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും, നന്നായിട്ട് ഇതിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളമൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഉപ്പിട്ടൊന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കറകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. തുരുമ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഞാൻ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള തുരുമ്പ് പിടിച്ച ചട്ടിയോ പാത്രങ്ങളോ അതുപോലെ തന്നെ കത്രികയോ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും 100% തന്നെ നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ്. തുരുമ്പ് പിടിച്ചിട്ട് അത് മൂർച്ചയില്ലാതെ ഒഴിവാക്കിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ക്ലീനാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും പുതിയതായിട്ട് വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു ഫീല് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ഉപ്പും ഡിഷ് വാഷ് ലിക്വിഡും കൂടെ മിക്സ് ചെയ്ത് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുരുമ്പും അതിലുള്ള കറകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ തുരുമ്പ് പിടിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ പുതിയതായിട്ട് വാങ്ങിയതുപോലെ തന്നെ നമുക്കായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കഴുകിയതിന് ശേഷം ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കുകയും വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സെറാമിക് കപ്പ് അതുപോലെ തന്നെ ചായ ഗ്ലാസ്സും ആണ് കേട്ടോ. നമ്മൾ കുറച്ച് അധികം ദിവസം ഇതുപോലുള്ള കപ്പ് അതുപോലെ തന്നെ ചായ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ വളരെ എളുപ്പത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഒരച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും, കറയൊക്കെ പോയിട്ട് പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തതായിട്ട് ഞാനിത് ഒഴിവാക്കിയൊരു ഗ്ലാസ് ആയിരുന്നു കേട്ടോ. ചെറുതായിട്ട് എൻ്റെ അറ്റം ഒന്ന് ക്രാക്കായിരുന്നു, അപ്പോൾ ഞാനത് ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തതാണ്. ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് എടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ഉപ്പ് മിശ്രിതം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടാവും. പുതിയതായിട്ട് വാങ്ങിയ ഒരു കപ്പ് പോലെ തന്നെ നമുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ ഉപ്പ് പൊടിച്ചെടുത്തിരുന്നില്ല, ജാറിൻ്റെ ബ്ലേഡിൽ നന്നായിട്ട് കറകൾ പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ആ ഉപ്പ് മിശ്രിതം വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് അതിൻ്റെ കറകളൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം കുറേ ദിവസമായിരുന്നു ആ കറ ഈ മിക്സി ജാറിൽ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ വെച്ച് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലുള്ള ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ കുറേ അധികം ദിവസം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കറകളൊക്കെ ഉണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാതെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഉപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് വെച്ച് തേച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്കിവിടെ ക്ലീനായി വരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വല്ലാണ്ട് അങ്ങ് ഉരയ്ക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നന്നായിട്ട് നമുക്കിവിടെ ക്ലീനായി വരുന്നുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് ഉരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉപ്പ് മിശ്രിതം തേച്ച് വെച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇതൊന്ന് കഴുകി നോക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാവും കുക്കറൊക്കെ നമുക്ക് പുത്തൻ പോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കറ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് അതേ സൊല്യൂഷൻ വെച്ചിട്ട് ഞാനിവിടെ സിങ്കാണ് ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല അഴുക്കുള്ള സിങ്കൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയി വരും. അതുപോലെ തന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് തന്നെ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരികയില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാത്രങ്ങളായാലും സിങ്കായാലും വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ്.
നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സാദാ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പിൻ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം തക്കാളി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് കഴുകാതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രിഡ്ജിലായാലും അത് കേടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ട് മഞ്ഞളും ഉപ്പും മിശ്രിതത്തിലൊന്ന് ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് അതിൻ്റെ ഈ ഒരു ഭാഗം നെട്ട് ഭാഗത്തായിട്ട് കുറച്ച് എണ്ണയും തേച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതെ നമുക്ക് തക്കാളിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വില കുറവുള്ള സമയത്ത് നമ്മൾ കുറച്ചധികം തക്കാളിയൊക്കെ വാങ്ങുമ്പോൾ ഈ രീതിയിലൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. തക്കാളി മാത്രമല്ല, കറിവേപ്പില ആയാലും എന്ത് തരം വെജിറ്റബിൾസ് ആയാലും നമുക്ക് ഈ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഉപ്പിൻ്റെ ബാലൻസും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കംഫോർട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റൂമിൽ ബാത്റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും. ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫ്രീസറിലാണ് കേട്ടോ. ഫ്രീസറിൽ നന്നായിട്ട് മഞ്ഞക്കട്ട പോലെ ഐസ് കട്ടയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനും വെക്കാനും അതുപോലെ തന്നെ കറണ്ട് ബില്ല് കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയപ്പോ കുറച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും കെട്ടില്ല. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപ്പ് വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ വാഷ് ബേസ് ആയാലും സിങ്ക് ആയാലും ചില സമയത്ത് നന്നായിട്ട് ബ്ലോക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ കുറച്ച് കല്ലുപ്പും ബേക്കിംഗ് സോഡയും ആ ഹോളിൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്ലോക്കൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് എടുക്കായിരിക്കും നല്ലത്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ മുടിയിൽ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ കായ്ക്കാത്ത മരങ്ങളിൽ നന്നായിട്ട് കായ്കൾ ഉണ്ടാവുന്നു, പൂക്കുന്ന മരങ്ങളിൽ നന്നായിട്ട് പൂവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇലമുരടിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലമുരടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നന്നായിട്ട് ചെടികളൊക്കെ നമുക്ക് വളരുന്നതായിട്ട് കാണാം. 5 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പച്ചമുളക് കണ്ടില്ല, നന്നായിട്ട് ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇലയുടെ മുകളിലൊക്കെ ആയിട്ട് ഞാൻ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ അവരെയാണ് കേട്ടോ, അത് പൂവുണ്ടായിട്ട് ചാടി പോകുന്നതാണ്, അതിൽ കായ്കൾ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കായ്കളൊക്കെ നിറയെ ഇതിലുണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലികളെയും പാറ്റയെയും പല്ലിയെയും ഒക്കെ എങ്ങനെ തുരത്താം എന്നുള്ള നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5-6 വെളുത്തുള്ളി തൊലിയോട് കൂടെ തന്നെ ചതക്കിയതാണ്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾ നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇഴജന്തുക്കൾക്കൊക്കെ നല്ലൊരു ശത്രുവാണ് നമ്മളുടെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് പാൽക്കായ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. പാമ്പ് ശല്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ കായം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് കായം കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യാത്തൊരു കണ്ടെയ്നറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ മിക്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഏത് രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഗ്യാസ് ഒന്നും ചിലവാക്കാൻ മടിയുള്ളവരാണെങ്കിൽ തലേ ദിവസം തന്നെ ഇതുപോലൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് പിറ്റേ ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 മൂടി ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഡെറ്റോളിൻ്റെയും കായത്തിൻ്റെയും മഞ്ഞൾപ്പൊടിയും ഉപ്പിൻ്റെയൊക്കെ സ്മെല്ല് കാരണം തന്നെ ആ പരിസരത്തേക്ക് പിന്നെ പാറ്റ, പല്ലി, എലി, പാമ്പ് ഒന്നും തന്നെ വരില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെറ്റോളിന് പകരമായിട്ട് ലൈസോളോ അല്ലെങ്കിൽ ഹാർപ്പിക്കോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് എലി, പല്ലി, പാറ്റ ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ എലിയുടെ മാളങ്ങളുടെ അരികിലൊക്കെ ആയിട്ട് നമ്മൾ ഇത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ എലിയൊന്നും വരില്ല കേട്ടോ. ഇതിൻ്റെ ആ പിന്നെ വേസ്റ്റ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ കിച്ചണിൽ ഏതെങ്കിലും ഒരു സൈഡിലാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കുറേ ദിവസം ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഉപ്പ് വെച്ചിട്ട് ഈ ടിപ്പ് മാത്രമല്ല കേട്ടോ, കുറേ അധികം വേറെയും ടിപ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഉപ്പ് കൊണ്ടുള്ള ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.